ഹായ് കുട്ടികളെ, നവംബർ 14 ശിശുദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളടങ്ങിയ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 കാണാത്തവർ ചാനലിൽ കയറി കാണുക. ഓരോ ചോദ്യവും 2 തവണ വായിക്കുന്നുണ്ട്. അതിനുള്ളിൽ ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചോദ്യം 1. നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? ഉത്തരം 57 വയസ്സ്. ചോദ്യം 2. രാജ്യ പുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരാണ്? രാജ്യ പുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 3. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം ഏതാണ്? അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം എന്താണ്? ഉത്തരം ചേരിചേരാ നയം. ചോദ്യം 4. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചത് ഏത് വർഷമാണ്? ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1961. ചോദ്യം 5. ചേരിചേരാ നയം ആവിഷ്കരിക്കാൻ നെഹ്റുവിനൊപ്പം പ്രവർത്തിച്ച 2 വിദേശ ഭരണാധികാരികൾ ആരൊക്കെയാണ്? ചേരിചേരാ നയം ആവിഷ്കരിക്കാൻ നെഹ്റുവിനൊപ്പം പ്രവർത്തിച്ച 2 വിദേശ ഭരണാധികാരികൾ ആരൊക്കെയാണ്? ഉത്തരം കേണൽ നാസറും മാർഷൽ ടിറ്റോയും. ചോദ്യം 6. ഭരണകാലയളവിൽ ജവഹർലാൽ നെഹ്റു നേരിട്ട വലിയൊരു വെല്ലുവിളി എന്തായിരുന്നു? ഭരണകാലയളവിൽ ജവഹർലാൽ നെഹ്റു നേരിട്ട വലിയൊരു വെല്ലുവിളി എന്തായിരുന്നു? ഉത്തരം ചൈന ആക്രമണം. ചോദ്യം 7. നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത്? നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത്? ഉത്തരം 17 വർഷം. ചോദ്യം 8. ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തിന് നെഹ്റു നൽകിയ ഒരു മഹത്തായ സംഭാവന ഏത്? ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തിന് നെഹ്റു നൽകിയ ഒരു മഹത്തായ സംഭാവന ഏതാണ്? ഉത്തരം ശാസ്ത്ര സാങ്കേതിക വികസനം. ചോദ്യം 9. ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് ആരുടെ ആശയമാണ് നെഹ്റു സ്വീകരിച്ചത്? ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് ആരുടെ ആശയമാണ് നെഹ്റു സ്വീകരിച്ചത്? ഉത്തരം ഗാന്ധിജിയുടെ. ചോദ്യം 10. നെഹ്റുവിൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? നെഹ്റുവിൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. ചോദ്യം 11. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ന്യൂഡൽഹി. ചോദ്യം 12. മോത്തിലാൽ നെഹ്റുവിൻ്റെ അലഹാബാദ് നഗരത്തിലുള്ള ഭവനം ഏതു പേരിലാണ് പ്രശസ്തമായത്? മോത്തിലാൽ നെഹ്റുവിൻ്റെ അലഹാബാദ് നഗരത്തിലുള്ള ഭവനം ഏതു പേരിലാണ് പ്രശസ്തമായത്? ഉത്തരം ആനന്ദ ഭവനം. ചോദ്യം 13. ജവഹർലാൽ നെഹ്റുവിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ അധ്യാപകൻ്റെ പേര് എന്താണ്? ജവഹർലാൽ നെഹ്റുവിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ അധ്യാപകൻ്റെ പേര് എന്താണ്? ഉത്തരം ഫെർഡിനാൻഡ് ബ്രൂക്സ്. ചോദ്യം 14. ഫെർഡിനാൻഡ് ബ്രൂക്സ് ആരുടെ ശിഷ്യനായിരുന്നു? ഫെർഡിനാൻഡ് ബ്രൂക്സ് ആരുടെ ശിഷ്യനായിരുന്നു?
ഉത്തരം ആനി ബസന്റ്. ചോദ്യം 15. ജവഹർലാൽ നെഹ്റുവിൽ കലയും സാഹിത്യവും ശാസ്ത്രവും വേരുറപ്പിച്ചത് ഏത് അധ്യാപകൻ്റെ പരിശ്രമ ഫലമായിട്ടാണ്? ജവഹർലാൽ നെഹ്റുവിൽ കലയും സാഹിത്യവും ശാസ്ത്രവും വേരുറപ്പിച്ചത് ഏത് അധ്യാപകൻ്റെ പരിശ്രമ ഫലമായാണ്? ഉത്തരം ഫെർഡിനാൻഡ് ബ്രൂക്സ്. ചോദ്യം 16. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1950. ചോദ്യം 17. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1951. ചോദ്യം 18. പഞ്ചശീല തത്വങ്ങൾ നെഹ്റു ഒപ്പുവെച്ചത് ഏത് ചൈനീസ് പ്രധാനമന്ത്രിയുമായിട്ടാണ്? പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റു ഒപ്പുവെച്ചത് ഏത് ചൈനീസ് പ്രധാനമന്ത്രിയുമായിട്ടാണ്? ഉത്തരം ചൗ എൻ ലായ്. ചോദ്യം 19. നെഹ്റു ആകെ തടവിൽ കഴിഞ്ഞ കാലം എത്രയാണ്? നെഹ്റു ആകെ തടവിൽ കഴിഞ്ഞ കാലം എത്രയാണ്? ഉത്തരം 3276 ദിവസം. ചോദ്യം 20. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി ആരായിരുന്നു? നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി ആരായിരുന്നു? ഉത്തരം ജോൺ കെന്നത്ത് ഗാൽബ്രെയ്ത്ത്. ചോദ്യം 21. ജവഹർലാൽ നെഹ്റു ഏറ്റവും അധികം ദിവസം തടവിൽ കഴിഞ്ഞ ജയിൽ ഏതാണ്? ജവഹർലാൽ നെഹ്റു ഏറ്റവും അധികം ദിവസം തടവിൽ കഴിഞ്ഞ ജയിൽ ഏതാണ്? ഉത്തരം അഹമ്മദ് നഗർ കോട്ട. 1042 ദിവസമാണ് ജവഹർലാൽ നെഹ്റു അഹമ്മദ് നഗർ കോട്ട ജയിലിൽ തടവിൽ കഴിഞ്ഞത്. ചോദ്യം 22. ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറിയായ മലയാളി ആര്? ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറിയായ മലയാളി ആരാണ്? ഉത്തരം M.O. മത്തായി. ചോദ്യം 23. നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തി ഗാനം എന്തായിരുന്നു? നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തി ഗാനം എന്തായിരുന്നു? ഉത്തരം സാരേ ജഹാൻസി അച്ച. ചോദ്യം 24. 1947 ആഗസ്റ്റ് 15 പാർലമെൻറ്റിൽ മുഴങ്ങിയ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തി ഗാനം എന്തായിരുന്നു? 1947 ആഗസ്റ്റ് 15 പാർലമെൻറ്റിൽ മുഴങ്ങിയ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തി ഗാനം എന്തായിരുന്നു? ഉത്തരം സാരേ ജഹാൻസി അച്ച. ചോദ്യം 25. 1938 ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ്? 1938 ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം നാഷണൽ ഹെറാൾഡ്. ചോദ്യം 26. നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന സംഗീതജ്ഞ ആരാണ്? നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന സംഗീതജ്ഞ ആരാണ്? ഉത്തരം M.S. സുബ്ബലക്ഷ്മി. ചോദ്യം 27. ജവഹർലാൽ നെഹ്റു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു? ഉത്തരം കാർട്ടൂണിസ്റ്റ് ശങ്കർ. ചോദ്യം 28. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീ ജലക്കരാർ ഒപ്പുവെച്ചത് ആരെല്ലാം തമ്മിൽ? 1960 സെപ്റ്റംബർ 19 സിന്ധു നദീ ജലക്കരാർ ഒപ്പുവെച്ചത് ആരെല്ലാം തമ്മിൽ? ഉത്തരം
ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും തമ്മിൽ? ചോദ്യം 29. 1938 നെഹ്റു രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ പേര് എന്താണ്? 1938 നെഹ്റു രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ പേര് എന്താണ്? ഉത്തരം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ചോദ്യം 30. സേവാദൾ രൂപവൽക്കരിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ആരാണ്? സേവാദൾ രൂപവൽക്കരിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നിങ്ങളുടെ മാർക്ക് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്: ജയപ്രകാശ് നാരായണനെ നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയ വർഷം ഏതാണ്? ജയപ്രകാശ് നാരായണനെ നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയ വർഷം ഏതാണ്? നിങ്ങളുടെ ഉത്തരം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബായ്.